ഹലോ! എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മുടെ 2025 എത്തിപ്പോയല്ലേ. നമ്മുടെ 2025ൻ്റെ ആ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ എന്നൊന്നുമല്ല, ന്യൂ ഇയറിൻ്റെ ഒരു ചട്ടക്കൂട്ടം സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്കകത്ത്. അതായത് രാത്രി കറക്റ്റ് 12 മണിയായപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ചുറ്റും ഇത് തന്നെയായിരുന്നു കേട്ടോ. ഒരുമാതിരി പള്ളിപ്പെരുന്നാളിന് പോയി നിന്നൊരവസ്ഥയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തൊരു രസമാണെന്നറിയോ. ഇതൊരു വൈകുന്നേരം ഒരു 10 മണി തൊട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇത്രയ്ക്കുണ്ടായിരുന്നില്ല. 10 മണി തൊട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്ന്. എന്തുതന്നെയായാലും നമ്മളൊരു വൈൻ കുപ്പിയൊക്കെ പൊട്ടിച്ച് ഇച്ചിരി വൈനൊക്കെ കുടിച്ച് 2025നെ വെൽക്കം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളൊരു വൈനൊക്കെ പിടിച്ചിങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. വീടിൻ്റെ ചുറ്റും ഇത് തന്നെയാണ്. നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റോട്ടിൽ കൂടെയൊക്കെ ആൾക്കാർ പൊട്ടിച്ചുകൊണ്ട് പോകും. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും 2025ൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതായത് ന്യൂ ഇയർ പിറന്ന് ഒരു അരമണിക്കൂറിലേക്ക് നിർത്താതെ ഇതായിരുന്നു കേട്ടോ. ഏത് സൈഡിലോട്ട് നോക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ അവിടെ പൊട്ടും, അവിടെ നോക്കുമ്പോൾ ഇവിടെ പൊട്ടും. ഇങ്ങനെ മുഴുവനും നല്ല അടിപൊളിയായിട്ട് എന്തായാലും നല്ല കുറേ പൈസയുടെ പടക്കങ്ങൾ ഈ ന്യൂ ഇയറിന് പൊട്ടിയിട്ടുണ്ട്. അത് പിന്നെ പുതുമയുള്ള കാര്യമൊന്നുമല്ല. എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. എന്ത് തന്നെയായാലും ഇന്ന് നല്ല വെറ്ററൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു മങ്ങലൊക്കെ വരും. എന്ത് തന്നെയായാലും ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി വെറ്ററായിരുന്നു. തണുപ്പൊക്കെ ഉണ്ട് എന്നാൽ പോലും. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇത് തന്നെയായിരുന്നു കേട്ടോ. വീടിൻ്റെ മുമ്പിലും പുറകിലും സൈഡിലും 4 പാടിനും ഇത് തന്നെയായിരുന്നു. നമ്മളെന്തായാലും ഈ ഒരു മൂലയ്ക്ക് കൂടി ഇന്ന് ഒരു ഗ്ലാസ് വൈനൊക്കെ പിടിച്ച് ഇതങ്ങ് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. എന്തൊരു രസമായിരുന്നു എന്നറിയോ. 10 മണി തൊട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അപ്പോൾ ഇത്രയ്ക്കൊന്നും കാണാനുണ്ടായിരുന്നില്ല. എന്ത് തന്നെയായാലും ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ പെട്രോൾ പമ്പിൻ്റെ മുമ്പിലായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഈ വീട്ടിൽ താമസിക്കുന്ന ആരും അങ്ങനെ പൊട്ടിക്കാറൊന്നുമില്ല കേട്ടോ. കാരണം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പണി പാളും ചിലപ്പോൾ. സാധാരണ ഇങ്ങനെ ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പടക്കത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിയുമ്പം ആംബുലൻസും നമ്മുടെ ഇതൊക്കെ പോകുന്നത് കേൾക്കാം നമുക്ക് ആ വണ്ടിയുടെ സൗണ്ടൊക്കെ. അതിന്നും പതിവൊന്നും തെറ്റിച്ചില്ല. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് കുറേ വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും നല്ല അടിപൊളിയായിട്ട് എന്താ പറയുന്നത്, നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അടിപൊളിയാണ്. നമ്മൾ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയാലും ഒരു അരമണിക്കൂർ സംഭവം തീരുമല്ലോ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇതിങ്ങനെ നിർത്താതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും നമുക്കും ഇന്നൊരു ന്യൂ ഇയറിനൊരു സ്പെഷ്യലുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഒരേ കാര്യങ്ങളൊക്കെ അല്ലേ. ഈ വൈൻ അത് മാറ്റിയില്ല കേട്ടോ. വൈനുണ്ട്. വൈൻ പിടിച്ചിങ്ങനെ ഇരുന്ന് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒപ്പം 12 മണിക്കൊരു ചെറിയ സ്പെഷ്യലുണ്ട് കേട്ടോ. എന്താണെന്ന് കാണിച്ചു തരാം. എന്ത് തന്നെയായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള എന്താ പറയുന്നത് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ. ഇതൊക്കെ ചെറുത്. വലിയ വലിയ സ്ഥലത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമാണ് കേട്ടോ. അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഇതിൽ അടിപൊളിയായിട്ട് ന്യൂ ഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്. നമ്മുടെ ആ ഒരു കൊച്ചു സിറ്റിയിൽ, വളരെ ചെറിയൊരു സിറ്റിയാണ്. ആ സിറ്റിയിലുള്ളൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഏതായാലും ഓരോരുത്തർ ഇങ്ങനെ വീടുകളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ പൊതുവായിട്ട് എന്നാ പറയുന്നത് റോഡുകളോ കടകളോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇന്നൊരു ഉച്ചയോടുകൂടി അടഞ്ഞു. കടകളൊക്കെ ഇന്ന് 2 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ റോട്ടിൽ ഒരാളും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. മൊത്തത്തിൽ അടഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വീടുകളിൽ നിന്നുള്ള ആ ഒരു സെലിബ്രേഷൻ്റെ സംഭവങ്ങളാണ് കേട്ടോ നമ്മൾ ആ കണ്ടതെല്ലാം. നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തുതന്നെയായാലും നമുക്കിന്ന് ന്യൂ ഇയറിന് വൈൻ്റെ ഒപ്പം കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനമുണ്ട്. അതെടുക്കാനായിട്ട് അടുക്കളയുടെ വശത്തോട്ട് ചെന്നപ്പോഴാണ് അങ്ങേ വശത്ത് പൂരപ്പറമ്പ് വന്ന് ഇതുണ്ടോ. ഇതെന്തൊരു രസമാണെന്ന് നോക്കിക്കേ. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. നേരത്തെ ഇവിടെ വന്ന് സ്ഥലം പിടിക്കേണ്ടതായിരുന്നു. കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാനും പറ്റും. ഇത് നമ്മുടെ തൊട്ടപ്പുറമുള്ള വീട്ടുകാരുടെയൊക്കെയാണ് കേട്ടോ. എല്ലാവരും നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീട് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ പടക്കമൊന്നും പൊട്ടിക്കാതിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് പെട്രോൾ പമ്പുള്ളപ്പോൾ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയമായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അയൽവക്കക്കാരുടെ പടക്കം പൊട്ടിയിലൊക്കെ കണ്ട് രസിച്ചിങ്ങനെ ഇരിക്കും. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തൊരു രസമാണ്. നേരത്തെ വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇവിടുന്ന് ഒച്ചയൊക്കെ കേട്ടായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വന്ന് നോക്കിയില്ല. നമ്മൾ സ്ഥിരം ആ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇവിടുത്തെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല മേളിലോട്ട് പോകുന്ന അടിപൊളിയായിട്ട് നമുക്ക് കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാനും പറ്റുന്നുണ്ട്. എന്തൊരു രസമാണെന്നറിയോ. എന്തിനേലും നമ്മൾ വന്നത് ഈ ആളെ നോക്കിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലും പടക്കം അല്ലെങ്കിലും ചെറിയ എണ്ണയ്ക്കകത്തൊക്കെ കിടന്ന് ഇങ്ങനെ പൊരിഞ്ഞ് പൊട്ടുന്നുണ്ട്. പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ, പഴംപൊരിക്ക് യാതൊരുവിധ കാര്യമുള്ള കാര്യമല്ല ഇപ്പം. എന്നാൽ പോലും ഒരു വെറൈറ്റിക്ക് 2025 മൊത്തത്തിലങ്ങ് വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് ന്യൂ ഇയർ പഴംപൊരിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ടങ്ങ് കൂട്ടാമെന്ന് വിചാരിച്ചു. ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു കോമ്പിനേഷൻ പോലെയൊക്കെ എനിക്ക് തോന്നി. എന്നാൽ പോലും സാരമില്ല, ഇരിക്കട്ടെ വൈനിനൊരു കൂട്ടായിട്ട്. പിന്നെ ഇപ്പം ഇതൊക്കെയാണല്ലോ ഒരു സംഭവം. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കോമ്പിനേഷൻസൊക്കെ ആണല്ലോ ഇപ്പോൾ ആൾക്കാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് ഇത്തവണത്തെ എന്താ പറയുന്നത്, ന്യൂ ഇയർ നമുക്ക് പഴംപൊരിയും ചിക്കനും വൈനും ഒക്കെ ആയിട്ടങ്ങ് കൂടാം. ഇത് പിന്നെ സാധാരണ വൈനല്ല കേട്ടോ, ആൽക്കഹോൾ ഫ്രൈ ആയിട്ടുള്ള വൈനാണേ. അതായത് ചെറിയ ചൂടൊക്കെ ഉണ്ട് ഈ വൈനിന്. അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഇത് തന്നെയായാലും കൊള്ളാം, ഒരു വെറൈറ്റി പിടിച്ചതാണ്. മൊത്തത്തിൽ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം. ഇനിയിപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ട് വീണ്ടും നമ്മൾ പുറത്തോട്ടിറങ്ങിയിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ പോകും ഒരു കുറച്ച് നേരം, 1 മണിയോളം, 1 മണി വരെയൊക്കെ മിനിമം കാണും ഇതിങ്ങനെ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട്. പക്ഷേ ആ ഒരു എന്താ പറയുന്നത്, ആ 12 മണി തൊട്ട് 12:30 വരെയുള്ള ആ ഒരു പൊട്ടൽ പിന്നെ കാണൂല, ഇടയ്ക്കും ഒക്കെ കാണുള്ളൂ. അങ്ങനെ നമുക്കിതൊക്കെ കണ്ടു പെറുക്കി നമുക്ക് 2025 നമുക്ക് വെൽക്കം ചെയ്യാം. നമ്മുടെ 2025 എത്തിപ്പോയി. എന്തായാലും 2024 എത്ര പെട്ടെന്നാണ് പോയത്. അതുപോലെ ഇനിയിപ്പം 2025 ഇനിയിപ്പോൾ 2026 ആവുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ തോന്നുന്നു. പെട്ടെന്ന് പോലും ഈ വർഷമൊക്കെ പോകുന്നത് അറിയുന്നു പോലുമില്ല. എന്തിനേലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.